എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു നിയാൻസ്. കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തുവിടാൻ ലഞ്ച് ബോക്സിലേക്കും വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റൈസിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ ഈ റൈസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി 1/2 കപ്പ് ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് 2-3 തവണയൊന്ന് കഴുകിയെടുക്കാം. ബസ്മതി റൈസ് തന്നെ വേണമെന്നില്ല, ബിരിയാണി വയ്ക്കുന്ന ഏത് റൈസ് എടുത്താലും മതിയാകും. ഇനി അരി വേവിക്കാൻ വേണ്ടി കുറച്ച് വെള്ളം അടുപ്പിലേക്ക് വെച്ച് ചൂടാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അരി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തിട്ട് പാത്രം മൂടി വെച്ച് നമുക്ക് ഇതിനൊന്ന് വേകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ബിരിയാണി റൈസൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുമല്ലോ. അപ്പോൾ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം പാത്രം മൂടി വെച്ച് കൊടുക്കാം. പാത്രം മൂടി വെച്ചത് വേകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഏകദേശം ഒരു 10 മിനിറ്റൊക്കെ കൊണ്ട് തന്നെ അരി നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ അരി നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരി ഒന്ന് ഊറ്റി മാറ്റി വയ്ക്കണം. അത് ഊറ്റിയതിന് ശേഷം അതേ പാനിൽ തന്നെ കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുത്തു വിടാനായതുകൊണ്ട് ബട്ടറോ നെയ്യൊക്കെ ഇതേപോലെ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ ബട്ടർ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മെൽറ്റാക്കി എടുക്കണം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു സവാള സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വളരെ കനം കുറച്ച് അരിഞ്ഞ് വെച്ചിരിക്കുകയാണ്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. സവാള ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇനി ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ സവാള ഇട്ട് കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ മസാലയ്ക്കുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നേരത്തെ നമ്മൾ റൈസിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് മസാലയ്ക്കുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. സവാള ഒന്ന് വാടി വരുന്ന സമയത്ത് അതിലേക്ക് 2 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. കുട്ടികൾക്കൊക്കെ ലഞ്ച് തയ്യാറാക്കുമ്പോൾ എരിവൊക്കെ കുറച്ചിട്ട് കൊടുത്താൽ മതിയാകും. അപ്പോൾ 2 പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഇട്ട് നന്നായിട്ടൊന്ന് ഒന്നുകൂടി ഒന്ന് വഴറ്റി കൊടുക്കാം. വഴറ്റി കൊടുത്തതിന് ശേഷം കുറച്ച് കാഷ്നട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ കാഷ്നട്ട് ഇട്ട് കൊടുത്ത് വീണ്ടും നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഉള്ളി നന്നായിട്ട് വാടിയത് ഇതേപോലെ ഈ ഒരു സമയത്ത് നമുക്കിനി ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടിയും അതേ അളവിൽ തന്നെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം നന്നായിട്ട് സിമ്മിലാക്കിയതിന് ശേഷം മസാലയുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുട്ടികൾക്ക് പച്ചക്കറിയൊക്കെ ഇഷ്ടമുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ ക്യാരറ്റോ ബീറ്റ്സോ ഒക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് 1/2 ടീസ്പൂൺ അളവിൽ വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നേരത്തെ ചേർത്ത് കൊടുക്കേണ്ടതാണ്. അപ്പം സവാളയൊക്കെ വഴറ്റുന്ന സമയത്ത് അതിലേക്ക് ഇട്ട് കൊടുത്ത് വഴറ്റി കൊടുക്കേണ്ടതാണ്. അപ്പോൾ അതും ഇനി വെളുത്തുള്ളിയുടെ പച്ചമണം മാറുന്നതുവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ഒരു തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞതാണ്. അതും കൂടി ഇട്ട് കൊടുത്ത് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ക്യാരറ്റ് ക്യാബേജൊക്കെ ഇഷ്ടമുള്ളതാണെന്നെങ്കിൽ വേവിച്ച് ഇതിലേക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. തക്കാളി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് ഒതുക്കി വെച്ച് കൊടുത്ത് തക്കാളി വേകുന്നത് വരെ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. അത് വേകുന്ന സമയം കൊണ്ട് 2 മുട്ട പുഴുങ്ങിയതെടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. കുഞ്ഞു കുഞ്ഞു പീസസായിട്ട് മുറിച്ചെടുക്കാനാണ്. അപ്പോൾ ഇതേപോലെ ഒന്ന് നീളത്തിൽ കട്ട് ചെയ്തതിന് ശേഷം ഇതേപോലെ ചെറിയ ചെറിയ പീസസായിട്ടൊന്ന് മുറിച്ചെടുക്കാം. മുട്ടയൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് എണ്ണം കൂട്ടിയോ കുറച്ചൊക്കെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ തക്കാളി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതേപോലെ സ്പാച്ചില ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം. അപ്പോൾ ചേർത്ത് കൊടുത്ത തക്കാളി നന്നായിട്ടൊന്ന് ഉടഞ്ഞ് കിട്ടണം. തക്കാളി ഉടഞ്ഞിട്ട് ആ തക്കാളിയുടെ ചെറിയ പുളിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ മസാലയിൽ നന്നായിട്ടൊന്ന് പിടിച്ചിട്ടണം. അതുകൊണ്ടാണ് ഇങ്ങനെയൊന്ന് ഉടച്ച് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ടേസ്റ്റിന് വേണ്ടി ഒരു ചിക്കൻ ക്യൂബാണ്. അപ്പോൾ ഇത് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇത് ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ചുകൂടി ഒന്ന് ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഇതേപോലെ കൈ കൊണ്ടൊന്ന് പൊടിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അത് ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും റൈസിന്. അതുകൊണ്ടാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത്. വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ ചിക്കൻ ക്യൂബ് എല്ലാ ഭാഗത്തും പിടിക്കത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മുട്ടയില്ലേ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ മുട്ട ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതേപോലെ നല്ലതുപോലെ ഒന്ന് മുട്ടയും ആ മസാലയെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കിട്ടണം.
ഇങ്ങനെയൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് നമ്മളിതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ അതായത് ഇതേപോലെ നല്ലതുപോലെ മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. റൈസ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുത്താൽ മതിയാകും. ഈ സമയത്ത് മല്ലിയില ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ മസാലയും റൈസും എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് രാവിലെ പെട്ടെന്ന് ലഞ്ച് ബോക്സിലേക്ക് ഒരു വെറൈറ്റി റൈസ് തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വല്ലപ്പോഴുമൊക്കെ ലഞ്ച് ബോക്സിൽ ഇങ്ങനെ വെറൈറ്റി റൈസൊക്കെ കൊടുത്തുവിടുമ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റൈസാണ്. അതേപോലെ തന്നെ ബിരിയാണിയുടെ ടേസ്റ്റും കൂടിയാണ്. ഈ ഒരു രീതിയിൽ ലഞ്ച് ബോക്സിലേക്ക് റൈസ് ഇങ്ങനെയൊന്ന് തയ്യാറാക്കി നോക്കൂ. ഒരു സലാഡും കൂടെ തയ്യാറാക്കി ലഞ്ച് ബോക്സ് പാക്ക് ചെയ്ത് കൊടുത്തു വിടൂ. നല്ല കിടിലൻ ടേസ്റ്റാണ്. ഇതാ കണ്ടില്ലേ, റൈസ് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാമല്ലോ എത്രത്തോളം ടേസ്റ്റ് ആയിരിക്കുമെന്നുള്ളത്. നല്ല അടിപൊളി ടേസ്റ്റാണ്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുകയും ചെയ്യും. ഇനി നമുക്കിത് ലഞ്ച് ബോക്സിലേക്ക് ആക്കി കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കും. എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.